വിലയൊക്കെ കൊടുക്കും. പൊടിയെടുപ്പില്ല. ഈ പറക്കുന്ന വിറക് അല്ലാതെ വിറകേ ഉള്ളൂ. പഠിക്കുന്നതല്ല സജി പഴയതേ പത്ത് തൊട്ടിട്ട് കിളിയില്ലാന്ന് തട്ടത്ത് ജംഗ്ഷനില് KIP-യുടെ കനാലിൽ പോകുന്ന ഈ ഭാഗത്ത് രണ്ട് വളരെ പഴക്കമുള്ള ചെറിയ ചായക്കടകളാണ്. അത് കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊടുത്ത് അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് ചാനലിലൊക്കെ വന്നതിലാണ് ശ്രദ്ധയപ്പെട്ടത്. സോഷ്യൽ മീഡിയ വരുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും അവിടെ ആണെങ്കിൽ വളരെ പ്രായമുള്ളതാണ് അവിടുത്തെ അമ്മ, അവരൊറ്റയ്ക്കേ ഉള്ളൂ, ബാക്കി ആരും ഇല്ലല്ലോ. ഇവിടെ ഈ കടയും വളരെ പഴക്കമുള്ളതാണ്. അപ്പോൾ അതിനിങ്ങനെ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ്. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നാട്ടുകാർക്കെല്ലാം വലിയ ഇത് സംബന്ധിച്ച് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം കൂടി വന്ന് നോക്കാൻ വന്നത്. നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർമാനും കൗൺസിലേഴ്സും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ഉണ്ട്, പിന്നെ ഈ നാട്ടുകാരെല്ലാം ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഉപദ്രവം വരാതെ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് നോക്കേണ്ടത്. വീട് ഇവിടെ അല്ല, അവരുടെ വീട് വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് കട നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് ഈ രണ്ട് കൂട്ടർക്ക്. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുക, വകുപ്പായിട്ട് സംസാരിച്ച് ആളുകൾക്ക് അവരുടെ ഒരു ജീവിതവും വരുമാന മാർഗവും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് ഇവർക്ക് ഇവിടെ കുഴപ്പം വരാതെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളതാണ് സാധാരണഗതി വേണ്ട കാര്യം. ഇപ്പോൾ റോഡിന് വീതി കൂട്ടുന്നു, അല്ലെങ്കിൽ വേറൊരു ആവശ്യം വരുന്നു, അല്ലെങ്കിൽ എപ്പോഴായാലും വേറൊരു കൺസ്ട്രക്ഷൻ ഇല്ലാതെ ചെറിയൊരു അനുവാദത്തോടു കൂടി ചെയ്യാവുന്നതാണ് സാധാരണഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ആ തരത്തിൽ നമുക്ക് ശ്രദ്ധപ്പെടുത്താം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. തഹസിൽദാരും വന്ന് ഈ സ്ഥലം നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾ പറഞ്ഞിരുന്നു തഹസിൽദാരോട് ഈ സ്ഥലം മനസ്സിലാക്കണം, വാർത്തയൊക്കെ വന്ന് എന്താണെന്ന് നോക്കാനായിട്ട് വന്നു. അപ്പോൾ അതനുസരിച്ച് തുടർന്ന് ബന്ധപ്പെട്ട ആളുകളോട് ഇടപെട്ട കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്.